റിപ്പീറ്റ് ഏവർക്കും ലേൺലിയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് എന്താണ് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മോഡേൺ ഫിസിക്സിലെ കുറച്ച് എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രോബ്ലംസാണ്. അതായത് PSCൻ്റെ അതേ വേവ് ലെങ്ത്തിൽ വരുന്നത് കാട് കയറാത്ത മാത്തമാറ്റിക്കൽ സ്റ്റെപ്പ് സിമ്പിളായിട്ടുള്ള ഒന്ന് കുറച്ചും കൂടി ട്രിക്കി ആയിട്ടുള്ള ബൈ ചാൻസ് എന്താണ് നമ്മളോട് തെറ്റിപ്പോകാനുള്ള ചാൻസ് ഇവിടെ എന്താണ് കൂടുതലാണ്. ആ ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് നമ്മൾ എന്താക്കാൻ പോകുന്നതാ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കണേ, ആ ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് നമുക്ക് സ്വന്തമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ചെറുതായിട്ട് നിങ്ങൾ എന്താക്കുകയാണ് ഒരു പുഷ് തരികയാണ്, ഒരു സപ്പോർട്ട് തരികയാണ്. അപ്പോൾ സ്വന്തമായിട്ടൊരു പ്രാവശ്യം ട്രൈ ചെയ്യുക, എന്നിട്ട് കിട്ടിയിട്ടില്ലേ മാത്രം എന്താക്കുക ആൻസർ നോക്കുക. ഓക്കെ, സ്വന്തമായിട്ട് ആദ്യം ട്രൈ ചെയ്യാം. സിമ്പിളാണ്, ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. ബട്ട് അവിടെ നമ്മൾ ചെറിയ മിസ്റ്റേക്ക്, അശ്രദ്ധ കാരണം അവിടെ എന്തുണ്ട് മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉള്ള പ്രോബ്ലംസാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്താക്കാണ് നമ്മൾ പ്രോബ്ലംസിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് പ്രോബ്ലം ഇതാണ്, ശ്രദ്ധിക്കണടാ. ദ വർക്ക് ഫംഗ്ഷൻ ഓഫ് സീസിയം, പൊട്ടാസ്യം, സോഡിയം അല്ലേ. നമ്മളെന്താണ് സീസിയം, പൊട്ടാസ്യം, സോഡിയം എന്ന് കാണുമ്പോൾ എന്താ മനസ്സിലാകും, ഗ്രൂപ്പ് 1 എലമെൻ്റ് ആണ്. അതിൻ്റെ വർക്ക് ഫംഗ്ഷൻ നോക്കിയേ 2 പോയിൻ്റ് എവിടെ നമുക്ക് പിന്നെ ഇത് കൊടുക്കാം 2.14 ഇലക്ട്രോ വോൾട്ട് ഉണ്ട്. ഇതെടുക്കാം, റെഡ് എടുക്കാം. 2.14 ഇലക്ട്രോ വോൾട്ട് ആയിരുന്നാടാ സീസിയത്തിൻ്റെയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ്. പൊട്ടാസ്യത്തിൻ്റെ 2.30 ആണ്. ആൻഡ് ഫൈനലി നമ്മുടെ സോഡിയത്തിൻ്റെ എത്രയാടാ 2.75 ഇലക്ട്രോ വോൾട്ട് റെസ്പെക്റ്റീവ്ലി പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇൻസിഡൻറ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഹാസ് ആൻ ഇൻസിഡൻറ്റ് എനർജി ഓഫ് എത്രയാടാ 2.20 ഇലക്ട്രോ വോൾട്ടാണ് അല്ലേ. 2.20 ഇലക്ട്രോ വോൾട്ടുള്ള എനർജി ഉള്ള റേഡിയേഷൻ മാത്രം, ലൈറ്റ് മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ വിച്ച് ഓഫ് ദിസ് ഫോട്ടോ സെൻസിറ്റീവ് സർഫസസ് മേ എമിറ്റ് ഫോട്ടോ ഇലക്ട്രോൺ അല്ലേ. 2.20 വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഷുവറായിട്ട് പറയാൻ പറ്റും എന്താണ് 2.20 കൂടുതൽ വർക്ക് ഫംഗ്ഷനുള്ള ഒരു മെറ്റീരിയൽ ഇവിടെ എന്താവില്ലടാ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടത്തൂല. നോക്കിയേ, ഇവിടെ ആരതാ, ഇവിടെ പൊട്ടാസ്യത്തിൻ്റെ എത്രയാണ് തന്നത്, പൊട്ടാസ്യത്തിൻ്റെ 2.230 ആണ്. എത്രയാണ് വരുന്നുള്ളൂ, ആകെ 2.20 വരുന്നുള്ളൂ. അതുകൊണ്ട് പൊട്ടാസ്യത്തിൻ്റെ കേസിൽ ഇവിടെ എന്തുണ്ടാവില്ലടാ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഉണ്ടാവില്ല. ഇനി ആരെ നോക്കിയേ, നമ്മുടെ സോഡിയം അല്ലേ, സോഡിയത്തിൻ്റെ വർക്ക് ഫംഗ്ഷൻ എത്രയാണ് തന്നെ 2.75 ഇലക്ട്രോ വോൾട്ടാ വരുന്നത്. 2.20 ആണ്. അതുകൊണ്ട് ഇവിടെ എന്തില്ല ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഇല്ല. ഇനി നമ്മൾ ആദ്യം ഉണ്ട് സീസിയം. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് സീസിയത്തിൻ്റെ എത്രയാ 2.14 ഇലക്ട്രോ വോൾട്ടാ. എത്ര വരുന്നുണ്ട് 2.20 വരുന്നുണ്ട്. അതിനേക്കാണ് 0.06 ഇലക്ട്രോ വോൾട്ട് അധികം. അപ്പോൾ നമുക്ക് ഷുവറായിട്ട് പറയാൻ പറ്റും അവിടെ എന്തുണ്ട് ഫോട്ടോ ഇലക്ട്രിക് എമിഷന് പോസിബിലിറ്റി ഉണ്ട്, മേമിറ്റ് ഫോട്ടോ ഇലക്ട്രോൺ. അപ്പോൾ ആൻസർ എന്താ സോഡിയം. ഇവിടെ ആൻസർ ഈ ക്വസ്റ്റ്യൻ്റെ എന്താണ് എ ആയിട്ടായിരുന്നു. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസേ ചോദിക്കും. ഓക്കെ, നമ്മളെന്താ ആ തിരക്കിൽ ആ വെപ്രാളത്തിൽ എന്തായി പോകും, തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അത് ക്വസ്റ്റ്യൻ ചെയ്യാൻ ആൻസറിൻ്റെ സ്പേസ് ഇട്ടതായിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ വർക്ക് ഫംഗ്ഷൻ ഓഫ് അലൂമിനിയം ആൻഡ് ഗോൾഡ് ആർ 4.1 ഇലക്ട്രോ വോൾട്ട് ആൻഡ് 5.1 ഇലക്ട്രോ വോൾട്ട് അല്ലേ. ഗോൾഡിൻ്റെ 4.1 ഇലക്ട്രോ വോൾട്ടാടാ അലൂമിനിയത്തിൻ്റെ 4.1 ഇലക്ട്രോ വോൾട്ടാണ്. ഗോൾഡിൻ്റെ എത്രയാണ് 5.1 ഇലക്ട്രോ വോൾട്ടാണ്. അപ്പോൾ ഞാൻ ആരാണ് വർക്ക് ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതി, ഫൈ ഓഫ് അലൂമിനിയം AL ഈക്വൽ ടു എന്താണ് 4.1 ഇലക്ട്രോ വോൾട്ടാണ്. ഇനി ഫൈ ഓഫ് ഗോൾഡാണ്. ഗോൾഡ് നമ്മൾ എന്താ കൊടുക്കുക, AG ആണ് AU ആണോ, AU ആണ്. ഫൈ ഓഫ് AU ഈക്വൽ ടു ഞാൻ എന്ത് എഴുതി 5.1 ഇലക്ട്രോ വോൾട്ടാണ്. ഗോൾഡ് ആയി ആര് അലൂമിനിയാണ്. നമ്മൾ ഡാറ്റയായി. ദ റേഷ്യോ ഓഫ് ദി സ്ലോപ്പ് ഓഫ് ദി സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വേഴ്സസ് ഫ്രീക്വൻസി പ്ലോട്ട് ഫോർ ഗോൾഡ് ടു ദാറ്റ് ഓഫ് അലൂമിനിയം. അപ്പോൾ നമുക്കറിയാം നമ്മൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആയിരിക്കാണ് ഇക്വേറ്റ് ചെയ്യുന്നത്, മാക്സിമം കൈനറ്റിക് എനർജിക്കാണ് അല്ലേ. EV0 ഈക്വൽ ടു ½ mv മാക്സിമ സ്ക്വയർ ആണ്. അതായത് മാക്സിമം കൈനറ്റിക് എനർജിയിൽ വരുന്ന ഇലക്ട്രോണിനെ, ഫോട്ടോ ഇലക്ട്രോണിനെ സ്റ്റോപ്പ് ചെയ്യാൻ ആവശ്യമായിട്ട് നമ്മൾ ഓപ്പോസിറ്റ് പൊളാരിറ്റി കൊടുക്കുന്ന പൊട്ടൻഷ്യലിനെയാണ് എന്ത് വിളിക്കുക, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ അല്ലേ. ശ്രദ്ധിക്കുക, ഇത്രയേ ഉള്ളൂ. മാക്സിമം കൈനറ്റിക് എനർജി മാക്സിമ ഈക്വൽ ടു 10 ഇലക്ട്രോ വോൾട്ട് ആണെങ്കിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ V0 അവിടെ നിന്ന് ഒഴിവാക്കുക 10 വോൾട്ട് ആയിരിക്കും. ഓക്കെ,
അപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ ഒന്നുമില്ല, മാക്സിമം കൈനറ്റിക്കൽ എനർജിയിൽ വരുന്ന ഇലക്ട്രോൺ എന്താക്കുക, സ്റ്റോപ്പ് ചെയ്ത് വെക്കുക. അതിനാവശ്യമായിട്ടുള്ള എനർജീനെ വോൾട്ടേജിനെ നമ്മൾ ഓപ്പോസിറ്റ് പൊളാരിറ്റിയുള്ള വോൾട്ടേജിനെ നമ്മൾ എന്ത് വിളിക്കടാ, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുക. ഓക്കെ, നമ്മളെ ക്വസ്റ്റ്യൻ അതൊന്നുമല്ല, അതിന് വേണ്ടൊരു ഡാറ്റയായിട്ട് പറഞ്ഞതാണ്. ഓക്കെ, അതിന് വേണ്ടൊരു കീ പോയിൻ്റായിട്ട് ഞാൻ ഇത് പറഞ്ഞതാണ്. നമുക്ക് വേണ്ടത് എന്താ, ദ റേഷ്യോ ഓഫ് ദി സ്ലോപ്പ് ഓഫ് ദി സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വേഴ്സസ് ഫ്രീക്വൻസിയാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഇക്വേഷൻ കൈനറ്റിക് എനർജി മാക്സിമ ഈക്വൽ ടു h mu മൈനസ് എന്താ 50. ഇത് കൈനറ്റിക് എനർജി മാക്സിമം ഫ്രീക്വൻസി വെച്ച് നമുക്ക് ഗ്രാഫ് വരക്കാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം കൈനറ്റിക് എനർജി മാക്സിമക്ക് പകരം എന്ത് കൊടുക്കുക, EV0 എന്ന് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ h mu മൈനസ് എന്താ 50. ഞാൻ ഇവിടെ V0 മാത്രം വെച്ച് V0 is equal to h/e മൈനസ് മ്യൂ ഡിവൈഡ് ബൈ 50/e ആണ്. നോക്കിയടാ, y is equal to എന്താ mx പ്ലസ് c ആണ്. എക്സിൻ്റെ സ്ഥാനത്ത് മ്യൂ ആണ്, വൈൻ്റെ സ്ഥാനത്ത് V0 സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആണ്. സ്ലോപ്പ് എന്താ h/e ആണ്. ഞാൻ വീണ്ടും ആദ്യമേ പറഞ്ഞതായിരുന്നു, എപ്പോൾ സ്ലോപ്പ് ചോദിച്ചാലും എല്ലാ ക്വസ്റ്റ്യനിലും ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റുമായിട്ട് വരുന്ന എല്ലാ ക്വസ്റ്റ്യനിലും സ്ലോപ്പ് എന്തായിരിക്കും, സെയിം ആയിരിക്കും, ഒരു കോൺസ്റ്റൻറ്റ് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ എന്താ 1 ആണ്. ഗോൾഡ് ആയിക്കോട്ടെ അലൂമിനിയം ആയിക്കോട്ടെ, രണ്ടാക്കും എന്താടാ h/e ആണ്. h/e മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ, ഗോൾഡിൻ്റെ പ്രോപ്പർട്ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ, അലൂമിനിയത്തിൻ്റെ പ്രോപ്പർട്ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ, ഒന്നിനും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ധൈര്യത്തിൽ പറയാൻ പറ്റും അതിൻ്റെ റേഷ്യോ എന്താ 1 ആണ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട, നമ്മളെന്താണ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താക്കുക, ഈ സ്ലോപ്പ് കണ്ട എന്തായാലും ഈ ചാപ്റ്റർ ഈ ഏരിയയിൽ ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും, 1 ആയിരിക്കും, അത് ഉറപ്പാണ്. ഇനി എക്സ് ഇൻ്റർസെപ്റ്റിൻ്റെ കേസിലാണ് വേവ് ലെങ്ത് വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മാറുന്നത്. അതെന്താക്കണം, ശ്രദ്ധിക്കണം. ഇനി അടുത്തത് ക്വസ്റ്റ്യൻസ് നല്ലോണം വായിക്കുക, ഇവിടെ തന്നെ ആൻസർ കിട്ടും. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പാണ്, പ്ലസ് ചോദിക്കുന്ന അതേ മെത്തേഡ് കണ്ടുകൊണ്ട് എന്താണ് എടുത്തിട്ടതാണ്. From the photoelectric effect experiment, following observation are made. Identify which of these are correct. ഓക്കെ, 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഈ 4 സ്റ്റേറ്റ്മെൻറ്റിൽ ഏതൊക്കെയോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോമ്പിനേഷൻ ശരിയാണ്. ആ ശരിയായ കോമ്പിനേഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കിയേ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ, ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ വർക്ക് ഫങ്ഷൻ ഓഫ് ദി മെറ്റൽ. The stopping potential depends only on the work function of the metal. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വർക്ക് ഫംഗ്ഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് പറഞ്ഞത്. നമ്മൾ ആദ്യം എന്ത് ചെയ്ത് വെക്കുക, കൈനറ്റിക് എനർജി മാക്സിമം, നമുക്ക് എനിക്കറിയുന്ന ആകെ ഇക്വേഷൻ ഇതാണ്, കൈനറ്റിക് എനർജി മാക്സിമം h mu മൈനസ് 50. ഇനി കൈനറ്റിക് എനർജി മാക്സിമക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കുക, EV0 എന്ന് കൊടുക്കുക. EV0 is equal to എന്താ h mu മൈനസ് 50. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വരുന്ന റേഡിയേഷൻ്റെ ഫ്രീക്വൻസീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടതാ, അതേപോലെ എന്താണ് മെറ്റീരിയലിൻ്റെ നാച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ വരുന്ന റേഡിയേഷൻ ആര് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കി നോക്കുക, ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ വർക്ക് ഫംഗ്ഷൻ ഓഫ് ദ മെറ്റൽ. ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താ, തെറ്റാ. അവിടെ വർക്ക് ഫംഗ്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, വരുന്ന റേഡിയേഷൻ്റെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കണ്ണും പൂട്ടി പറയാൻ പറ്റും ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ, തെറ്റാ. എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാ. അപ്പോൾ എന്നുള്ള എല്ലാ ഓപ്ഷനും നമുക്ക് എന്താക്കാം, കട്ട് ചെയ്യാം. ഈ ലേ ഉണ്ട്, ബാക്കി രണ്ടിലെന്തില്ല, എ ഇല്ല. ഇനി ബിയും സിയും മാത്രം നോക്കുക. ദ സാച്ചുറേഷൻ കറൻറ്റ് ഇൻക്രീസസ് ആസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ് ഇൻക്രീസസ്. ദ സാച്ചുറേഷൻ കറൻറ്റ് ഇൻക്രീസസ് ആസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ് എന്താ, ഇൻക്രീസസ്. നമുക്കറിയാം ഇൻറ്റൻസിറ്റിയും ഫോട്ടോ കറൻറ്റും ഇൻറ്റൻസിറ്റിയും തമ്മിലുള്ള ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അല്ലേ, ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുക. ഇതെന്താണ് ഇങ്ങനെ, നോക്കണേ, വരച്ച് ഓക്കെ. ഞാൻ എന്താക്കടാ, വൈ ആക്സിൽ എന്ത് കൊടുക്കുകയാണ്, ഞാൻ വൈ ആക്സിൽ എന്ത് കൊടുക്കുകയാണ്, ഫോട്ടോ കറണ്ട് എന്ത് കൊടുക്കുകയാണ്, ഐ കൊടുക്കുകയാണ്. സ്മോൾ ലെറ്റർ ഐ ആണ്, ഐ ഈക്വൽ ടു എന്താണ്, ഫോട്ടോ കറണ്ടാണ്. ഐ ഇസ് ഈക്വൽ ടു ഫോട്ടോ കറണ്ടാണ്, ഫോട്ടോ കറണ്ട്.
അല്ലേ ഫോട്ടോ കറണ്ട്. ഇവിടെ എന്ത് കൊടുക്കുന്നുണ്ട്, ഞാൻ ഫ്രീക്വൻസി മ്യൂ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അവിടെ ഇങ്ങോട്ട് ഓപ്പോസിറ്റ് ഫ്രീക്വൻസിയാണ്. അങ്ങനെയാണ് നമ്മൾ ഗ്രാഫ് വരച്ചാൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക, ഈ ഷേപ്പിലാണ് നമുക്ക് കിട്ടുക. സാച്ചുറേഷൻ കറണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി എന്താവും, ഇങ്ങനെ കൂടി പോകുന്നുണ്ട്. സാച്ചുറേഷൻ കറണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി എന്താകുന്നുണ്ട്, ഇങ്ങനെ കൂടി പോകുന്നത്. ഇങ്ങനത്തെ ഒരു ഗ്രാഫ് ഉണ്ട്. ഇതിൻ്റെ ഇവിടെ എന്തുണ്ട്, I3 ഉണ്ടാവും, I2 ഉണ്ടാവും, I1 ഉണ്ടാവും. ഇതെന്താണ്, ഇതിൻ്റെ ഇൻറ്റൻസിറ്റിയാണ്. അവിടെ നമ്മൾ എഴുതി വെക്കുന്നുണ്ട് I3 ഗ്രേറ്റർ ദാൻ I2 ഗ്രേറ്റർ ദാൻ എന്താ I1 ആണ്. ഓക്കെ, ഇൻറ്റൻസിറ്റി കൂടുന്തോറും സാച്ചുറേഷൻ കറണ്ട് അല്ലെങ്കിൽ ഫോട്ടോ കറണ്ടിൻ്റെ എന്താണ് മാഗ്നിറ്റ്യൂഡ് ഇങ്ങനെ കൂടി പോവുകയാണ്. ബട്ട് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എല്ലാവർക്കും എന്താണ് സെയിം ആണ്. ഇങ്ങോട്ടേക്ക് ഫ്രീക്വൻസിയാണ്, ഇങ്ങോട്ടേക്ക് എന്താണ് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടുന്നോട്ട് ഇവിടം വരെ അല്ല, അതാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി കിട്ടുക. അതെന്തിന് ഈക്വൽ ആയിരിക്കും, ഇവിടുന്ന് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന് ഈക്വൽ ആയിരിക്കും അല്ലേ. പറ്റുന്നുണ്ട്. ഓക്കെ, അതായത് സാച്ചുറേഷൻ കറണ്ട് ഇൻക്രീസസ് ആസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ് ഇൻക്രീസസ്. നമുക്ക് ഇതേ വേണ്ടു, ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ ആര് കൂടുന്നുണ്ട്, സാച്ചുറേഷൻ കറണ്ട് കൂടുന്നുണ്ട്. I3 ഗ്രേറ്റർ ദാൻ I2 ഗ്രേറ്റർ ദാൻ I1 ആണ്. ഓക്കെ, അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താ ശരിയാണ്. ബി എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്. ഇത് നോക്കിയ സി എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയടാ, ദ മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് എ ഫോട്ടോ ഇലക്ട്രോൺ ഡിപ്പെൻഡ്സ് ഓൺ ദ ഇൻറ്റൻസിറ്റി ഓഫ് ദി എന്താണ് ഇൻസിഡൻറ്റ് ലൈറ്റ്. ദ മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് എ ഫോട്ടോ ഇലക്ട്രോൺ ഡിപ്പെൻഡ്സ് ഓൺ ദ ഇൻറ്റൻസിറ്റി ഓഫ് ദി ഇൻസിഡൻറ്റ് ലൈറ്റ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താ തെറ്റാണ്. അങ്ങനെ പോകുമ്പോൾ അതിലേക്ക് മാറുകയാണ്, വെയ്റ്റ് തിയറിയിലോട്ടേക്ക് മാറുകയാണ്. അത് പാർട്ടിക്കിൾ നാച്ചർ എന്താണ് പാർട്ടിക്കിൾ നാച്ചറിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താ തെറ്റാണ്. ഇവിടെ ആര് മാത്രമേ ശരിയുള്ളൂ, ബി മാത്രമേ ശരിയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓർമ്മിക്കേണ്ടത് ദ മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് എ ഫോട്ടോ ഇലക്ട്രോൺ ഡിപ്പെൻഡ്സ് ഓൺ ദ ഫ്രീക്വൻസി ഓഫ് ദി ഇൻസിഡൻറ്റ് ലൈറ്റ് ആണ്. ഇൻറ്റൻസിറ്റി മാറ്റിയിട്ട് അവിടെ എന്തായിരുന്നു വേണ്ടത്, ഫ്രീക്വൻസി ആയിരുന്നു വേണ്ടത്. ഫ്രീക്വൻസി ഓഫ് ദി ഇൻസിഡൻറ്റ് റേഡിയേഷൻ എന്ന് പറയും. ഓക്കെ, അതിത്രയേ ഉള്ളൂ. അതിൻ്റെ മീനിങ്, ഫിസിക്കൽ മീനിങ് ഇതാണ്. ഇവിടെ അതിൻ്റെ ഫിസിക്കൽ മീനിങ് ഇതേ ഉള്ളൂ. നമ്മൾ 4 ബീം വരികയാണ്, 4 ലൈറ്റ് റേ വരികയാണ്. ഓരോന്നിൻ്റെ എനർജി എത്രയാ, 5 ഇലക്ട്രോ വോൾട്ടാണ്. നമ്മളിവിടുത്തെ വർക്ക് ഫംഗ്ഷൻ ഞാൻ പറയുകയാണ് എത്രടാ, 12 ഇലക്ട്രോ വോൾട്ടാണ് അല്ലേ. അപ്പോൾ ഈ 4 ബീമും 4 ഇലക്ട്രോണുമായിട്ട് അറ്റ് എ ടൈം എന്താവുള്ളൂ, ഇൻട്രാക്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇൻറ്റൻസിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആണെങ്കിൽ കൈനറ്റിക് എനർജി 4 ഓവർലാപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ എന്താക്കുക, ഇതുമായിട്ട് 4 ബീം ഓവർലാപ്പ് ചെയ്ത് ഒരു ഇലക്ട്രോണിനെ പുറത്തോട്ടേക്ക് തെറിപ്പിക്കുക, അല്ലെങ്കിൽ 3 ബീം ഓവർലാപ്പ് ചെയ്തിട്ട് എന്താക്കുക, ഒരു ഇലക്ട്രോണിനെ പുറത്തോട്ടേക്ക് എന്താക്കുക തെറിപ്പിക്കുക. അങ്ങനെ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് എന്താണ്, മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ ഡിപ്പെൻഡ്സ് ഓൺ ദി എന്താണ് ഫ്രീക്വൻസി ഓഫ് ദി ഇൻസിഡൻറ്റ് ലൈറ്റാണ് വരിക. ഇൻറ്റൻസിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇവിടെ എന്താക്കാൻ പറ്റും, ഒരു ഫിനോമിന നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനത്തെ ഒബ്സർവ് ചെയ്യുന്നില്ല. അറ്റ് എ ടൈം ഒരു ബീമും ഒരു റേയുമായിട്ട് മാത്രമേ എന്താകുന്നുള്ളൂ, ഇൻട്രാക്ട് ചെയ്യുന്നുള്ളൂ. ഒരു ബീം ഒരു ഇലക്ട്രോണുമായിട്ട് മാത്രമേ ഇൻട്രാക്ട് ചെയ്യൂ. അതാണെന്ത്, ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫിസിക്കൽ മീനിങ്. ഫ്രീക്വൻസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, ഇൻറ്റൻസിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇൻറ്റൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെയാണ് സംഭവിക്കേണ്ടത്. അങ്ങനെ സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മീനിങ് അങ്ങനെയായിട്ട് വരുന്നത്. ഓക്കെ, അതാണ് അതിൻ്റെ ഫിസിക്കൽ മീനിങ്. സോറി. അപ്പോൾ ശ്രദ്ധിക്കുക, നോക്കിയ അടുത്ത ക്വസ്റ്റ്യൻ. A metal has work function 2.5 electrovolt if a radiation of frequency ഇല്ലേ. ഇവിടെ വർക്ക് ഫംഗ്ഷൻ തന്നിട്ട് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എടുത്തേതാ, ഫൈ ഈസ് ഈക്വൽ ടു എന്താടാ, 2.5 ഇലക്ട്രോവോൾട്ട് ആണ്. ഇഫ് എ റേഡിയേഷൻ ഓഫ് ഫ്രീക്വൻസി നോക്കിയേ 3.2 × 10⁻15 ആണ് അല്ലേ. 3.2 × 10⁻15 ഹെഡ്സ് ആണ്. ഈസ് ഇൻസിഡൻറ്റ് ഓൺ ദിസ് മെറ്റൽ സർഫസ്, then the maximum kinetic energy of ejected photoelectron. The maximum kinetic energy of ejected photoelectron. ഇല്ല, അപ്പോൾ കൈനറ്റിക് എനർജി മാക്സിമത്തിൻ്റെ ഇക്വേഷൻ എന്താ, കൈനറ്റിക് എനർജി മാക്സിമ ഈക്വൽ ടു നോക്കണേ എച്ച് മ്യൂ, അല്ലെങ്കിൽ എന്താണ് എച്ച് മ്യൂ മൈനസ് എന്താ 50. ഇവിടെ മ്യൂ തന്നിട്ടില്ലേ, എച്ച് നമ്മുടെ ബൈഹാർട്ട്, നമുക്ക് വാല്യൂ നമുക്ക് ബൈഹാർട്ടായിരിക്കണം. എച്ചിൻ്റെ വാല്യൂ എന്താടാ, എച്ച് ഇസ് ഈക്വൽ ടു 6.626 × 10⁻34 ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ 5 ഇവിടെ തന്നിട്ടുണ്ട്. 5 എന്താക്കണം, തൽക്കാലം ഇലക്ട്രോ, ഓക്കെ നമുക്ക് ഇലക്ട്രോ വോൾട്ടിലേക്ക് മാറ്റാം. ഞാൻ എന്താക്കുക, എച്ച് മ്യൂനെ എന്താക്കുകയാണ്, കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇലക്ട്രോ വോൾട്ടിലേക്ക് മാറ്റുകയാണ്. 6.626 × 10⁻34. മ്യൂവിൻ്റെ വാല്യൂ എത്ര തന്നത്, 3.2 × 10⁻15 ഡിവൈഡഡ് ബൈ അടിയിൽ എന്തുണ്ട്
1.6 ഇൻറ്റു 10⁻⁻90 കൊടുക്കാൻ കാരണം നമ്മൾ ഇലക്ട്രോ വോൾട്ടിലാണ് എന്തുള്ളടാ ത്രെഷോൾഡ് എനർജി അല്ലെങ്കിൽ എന്താ വർക്ക് ഫംഗ്ഷൻ. അപ്പോൾ ഇനിയിലേക്ക് മാറ്റണം. അപ്പോൾ എന്താക്കണം, നമ്മൾ പവർ ആദ്യം നോക്കുക. ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത്, പവറാണ് നമ്മൾ നോക്കുന്നത്. -10⁻⁻34 + 15 -90 മുകളിലോട്ടേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും, +19 ആയിട്ട് മാറും. അങ്ങനെയാണ് 10 ഇത് -19 എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. 10⁻0 എന്താ കിട്ടുക, 1 എന്നായിട്ട്. പവർ 0 ആയിട്ട് 1 ആയിട്ട് മാറി. ഓക്കെ, 10⁻0 ആണ്. അതപ്പോൾ എന്തായിട്ട് മാറിയിടാ, 1 ആയിട്ട് മാറി. ഇനി നോക്കിയാൽ നമുക്ക് ഈ വാല്യൂസ് എന്താക്കണോ, ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. 6.626 ഇൻറ്റു 3.2 / 1.6 അല്ലേ. അപ്പോൾ 6.626 ഇൻറ്റു 3.2 / 1.6. നോക്കി ഇതും കട്ടിയിട്ട് നമുക്ക് ഇവിടെ എന്ത് കിട്ടി, 2 കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടുക 6.626 ഇൻറ്റു 2 ആണല്ലേ. 6.626 ഇൻറ്റു 2 അത് ചെയ്താൽ 12, 2 ഇൻറ്റു 2 5, ഒന്ന് ബാക്കി 5 ഉണ്ട്, 12, 1 ബാക്കിയുണ്ട്, 13.252 ഇലക്ട്രോ വോൾട്ടാണ്. അതിൽ നിന്ന് ആരെ കുറക്കണോ നോക്കിയേ, ആരാ നമ്മളെ വർക്ക് ഫംഗ്ഷൻ എത്രയാ, 2.5 ഇലക്ട്രോ വോൾട്ടാണ്. അതിൽ എന്താക്കാം, മൈനസ് ചെയ്യുക. അപ്പോൾ 13.252 മൈനസ് 2.5 ആണ്. 2571072 ഇലക്ട്രോ വോൾട്ട്. അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടോ? ഓക്കെ, 107 ഇലക്ട്രോ വോൾട്ട് ഉണ്ട്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് എന്താക്കാൻ പറ്റും, അത് ടിക്ക് ചെയ്യാൻ പറ്റും. ഒന്നുമില്ല, ബേസിക് ഇക്വേഷനാണ്. ഓക്കെ, അപ്പോൾ സാധാരണ വേവ് ലെങ്ത് ചോദിച്ചാൽ നമുക്ക് 1240 ഇലക്ട്രോ വോൾട്ട് ബൈ ലാംഡ കൊടുത്താൽ നമുക്ക് എന്തായാലും അവിടെ ഇലക്ട്രോ വോൾട്ട് തന്നില്ല, ഫ്രീക്വൻസി തന്നു. അപ്പോൾ ഫ്രീക്വൻസിനെ ലാംഡയിലേക്ക് മാറ്റുന്നതിലും എളുപ്പം എന്താണ്, ഇങ്ങനെ തന്നെ ചെയ്യലാണ്. ഓക്കെ, അപ്പോൾ